നമുക്കങ്ങ് തുടങ്ങാനില്ല. ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണെന്ന് ചോദിച്ചാ നമ്മൾ വെറും ഒരു വഴി നോക്കി. നമ്മുടെ മുന്നിൽ ഒരു പൊളപ്പം കോവില്, കണിമംഗലം കോവില്. വാ, എന്തൊരു ഭംഗി! ഇവിടെ ഒരു വെടിപ്പ് കുടുംബം, കൈ പെയ്യൊരു തന്തപ്പടി. കൈയില്ലേലെന്താ, ഈ ഇരുമ്പ് കൈ പോരെ കോവിലകം ഭരിക്കാൻ. പുലി എന്ന കേട്ട ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങേനേക്കാൾ പെശകാണ് ഈ തറവാട്. കഴിഞ്ഞ 56 ദിവസങ്ങളായിട്ട് പ്രേതമോ പിശാചോ എന്തരോ ഏതോ പൂണ്ട് വിളയാടുന്നു. നോക്കലേ മതില് അവിടെ തെക്കിനിയില് തള്ളര് കേൾക്കുമ്പോ തന്നെ രോമാഞ്ചം. അങ്ങേരെയും അങ്ങേരെ ആ 4 പിള്ളേരെ സഹിക്കണ പ്രേതത്തിന്റെ കാര്യം കഷ്ടം തന്നെടേ. പ്രേതങ്ങളുടെ കലിപ്പ് തീരണില്ലല്ല. തള്ളേ ഞാനങ്ങ് ഔട്ടാവട്ട. അപ്പൊ നിങ്ങളൊക്കെ ഇന്ന്, നമ്മളില്ലേ? അപ്പൊ ഇന്ന് കണിമംഗലം ഇന്ന്. ഇവിടുത്തെ മൂത്ത മരുമോൻ അടുത്തവരിൽ 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്ക് രാവിലെ എന്നെ തൊട്ടനെ അറിയും, എന്നെ തൊട്ടനെ അറിയുന്നു. 95, 96, 97. ചേട്ടാ, ഹോർലിക്സും മുട്ടയും ഇങ്ങോട്ട് നോക്കിയേ. എന്നെ കാണാൻ ഇപ്പൊ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലുക്കില്ലേ? പ്രോസ്റ്റിറ്റ്യൂട്ടീവ് അല്ലെന്തു, എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ്. നീ ദയവ് ചെയ്ത് ഇംഗ്ലീഷ് പറയില്ലേ? ഇതെന്താ നിന്റെ മുഖത്ത്? ചേട്ടനൊന്നും വേണ്ടണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ചേട്ടന്റെ ഷെൽഫില് ബുക്സിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പൗഡർ ഞാൻ കണ്ടു. നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് എനിക്ക് വേണ്ടി വാങ്ങി വെച്ചതല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതെന്റെ പ്രോട്ടീൻ പൗഡർ അല്ലേ? അപ്പൊ എനിക്ക് ഗിഫ്റ്റ് ഇല്ലേ? ഗിഫ്റ്റും ഇല്ല, ഒരു മണ്ണാങ്കട്ടേ ഇല്ല. തള്ള ഇത് ഈ തറവാട്ടിലെ ഇളയ സന്തതി നന്ദി. വൃത്തിയും വെളിവും വിവരവും ഇല്ലോളം കുറവെന്നാണ് എന്റെ ഇവരുടെയും ബാക്കി എല്ലാരെയും അഭിപ്രായം. നിങ്ങളും കൂടെ പറ. പോഞ്ഞിക്കരെ, ദേ കോഴിന്റെ മണം. ഇവിടെ കോഴിയൊന്നുമില്ല പെണ്ണെ, മനസ്സിലാവില്ലേ? അല്ല, പുഴുങ്ങിയ കോഴിന്റെ മണം. എന്നാ പിന്നെ തിന്നിട്ടെന്ന് പോയാ മതി. തിന്നടി, തിന്ന്. മനുഷ്യ, അവിടെ തീറ്റിക്കാതെ ആ ഏണി എടുത്തോണ്ട് വന്നേ. ആ ബൾബൊന്ന് ശരിയാക്കിക്കേ. എന്തിനാടി ഏണി? എന്റെ ഈ ജിംനാസ്റ്റിക് ബോഡിയില്ലേ, ആദ്യം നീ തൈസി ചവിട്ട്, പിന്നെ ഷോൾഡർ. അയ്യോ, മസിൽ പിടിച്ച് ഇന്ദു പിടിക്കടി. എന്റെ മസിൽ പിടഞ്ഞു തോന്നണേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ഇങ്ങ് വന്നേ. വായും പൊളന്ന് നിൽക്കാതെ ഞാൻ ചാകും മുമ്പ് എന്നെ കൊണ്ടുപോടി. അമ്മേ, എന്റെ നന്ദിനിക്കുട്ടി ഒന്ന് സ്ലിപ്പായതാ. സാധനമേ, ഹൈടാ, നമ്മൾ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്റെ മാലു. ആരായി മാലു? അത് അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. ഒന്ന് പോകൊരങ്ങ. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാ. അയ്യടാ, ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല. അങ്കമാലിയിലാണോ പ്രധാനമന്ത്രി? കഴക്കൂട്ടതല്ലേ? എനിക്ക് എന്താ കൊണ്ടുവന്നേ? ഇല്ലയോ? ശരി, ഇതല്ല. എവിടെയാ നാശം? ഞാനിന്നലെ പഠിപ്പിച്ച സ്റ്റെപ്പ് ഒന്ന് കാണിച്ചേ.
ഇത് മനസ്സിലാക്കാൻ എന്താ എത്ര പ്രയാസം? മാങ്ങ പറിച്ചിട്ടല്ലേ ചെളി കുത്തുന്നത്. എനിക്ക് വേണ്ട നിന്റെ ചളിയും മാങ്ങ. നിനക്ക് ഡാൻസും അറിയില്ല, ഒരു മണ്ണാങ്കട്ട അറിയില്ല. അയ്യടാ, ഏതെങ്കിലും 4 സ്റ്റെപ്പ് കളിച്ച് ഡാൻസർ ആയവനല്ല ഞാൻ കളിച്ച 4 സ്റ്റെപ്പും ഒരേ സ്റ്റെപ്പാ. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറി ചെളിക്കുത്ത്, മാങ്ങ പറി ചെളിക്കുത്ത്, മാങ്ങ പറി ചെളിക്കുത്ത്, മാങ്ങ പറി ചെളിക്കുത്ത്. പിന്നെ കടലിലേക്ക് വല വീശുന്നു, മീൻ വിൽപ്പന. ഹോയ് 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 ഹോയ്. അതാരാ അത്ര വലിയൊരു ഹോയ് വിട്ടത്? അയ്യോ, ദേ അച്ഛൻ വരുന്നു. രാജമാതാ ശിവകാമി ദേവിയെ സാക്ഷിയായി ഞാൻ ചോദിക്കുന്നു, ആരാ അവിടെ? അവൻ തന്നെ ആയിരിക്കും. എവിടെ ആ ഏറളം കെട്ടവൻ? എന്റെ ഇളയ മകൻ പുഷ്പ. അച്ഛനെ വിളിച്ചോ? എവിടെ ആയിരുന്നു? ഞാൻ തടിമില്ലില് ഉറച്ച് കൂടുന്നുണ്ട്. തടിമില്ലിന്റെ മറവിൽ നീ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ശ്രീവല്ലിയോട് ഞാൻ പണ്ടേ പറഞ്ഞതാ, തടിമില്ല് മാറ്റി പിടിക്കാമെന്ന്. നിന്റെ ചേട്ടൻ നീ നടത്തുന്ന ബിസിനസിനെ പറ്റി അറിഞ്ഞാൽ ഈ കോവിലകത്തൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. വിപ്ലവം ഉണ്ടെങ്കിൽ മാഞ്ഞു പോകാൻ പുഷ്പ ഫ്ലവർ അല്ല, ഫയറാണ്. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ നല്ലൊരു പയ്യനാ. ഞാൻ പറഞ്ഞപ്പോ തന്നെ കടലിൽ പോയി പയർ വാങ്ങി. എന്നിട്ട് എവിടെ? പയറല്ലടി, ഫയർ ഫയർ. ചിക്കൻ മാസിറക്കിയതാ. നീ ഇങ്ങനെ താഴ്ത്തല്ലേ? താഴത്തില്ലടാ. നിന്റെ ചേച്ചി മര്യാദയ്ക്ക് പയർ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? താഴെ പന്നി. അയ്യോ, എന്നെ തല്ലല്ലേ. നിനക്ക് താഴെ പറ്റില്ലേ? സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് അവനെ വിളിക്കാം. ആനന്ദഭദ്രത്തിലെ ആകെയുള്ള ഒരു മാന്ത്രികൻ, ദിഗംബരൻ. ഓം ശസ്ത്രാവരഹസ്ത. ഇവിടെ കളിമംഗലത്തെ തെക്കിനിയിലെ പ്രേതം. കുട്ടിയിൽ ഞാൻ എന്തോ കാണുന്നു. വടികളൊക്കെ മതിട്ടാ. എന്റെ ഭാര്യ ഇളക്കണ്ട. താൻ അവിടെ പോയിരി. ഈ ഹോമം നടത്തുന്നതിനായി എല്ലാ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് ഒരു മകൻ കൂടിയുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ വരും. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവൻ വന്നിരിക്കും. ചേട്ടൻ ഇന്നലെ സിസേറിയനാണെന്ന് പറയുന്നത് കേട്ടു. സിസേറിയൻ അല്ല, സിറിയ. എന്റെ പൊന്നിന്തു, നീയൊന്നും മിണ്ടാതിരുന്നേ. അതല്ല, ഈ ഇളയ മകന്റെ തോടിലെന്താ ഒരു ചരിവ്? അത് പിന്നെ ഈ കുടുംബത്തിന്റെ മുഴുവൻ ഭാരം ഈ തോടിലല്ലേ? പുഷ്പ, അതിന് ആ ഭാരം ആ തോളിലല്ല, ഈ തോളിലാണ്. ഇതാണോ മകൻ? ഹിന്ദുക്കൾക്കിടയിൽ ഞാൻ മഹിരാവൺ, മുസ്ലിങ്ങൾക്കിടയിൽ ഞാൻ ഇബ്ലീസ്. എന്നാൽ മലയാളികൾക്കിടയിൽ എനിക്കൊരു പേരേ ഉള്ളൂ, ലാലേട്ടൻ. നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. ആരായാലും വരൂ, നമുക്ക് യാഗം തുടങ്ങാം. മഞ്ചു മുതൽ അയ്യാർ കൊഞ്ചുമതിൽ ചൊവ്വോട് മഞ്ചുമതി മേവുന്നു നാരഹരി നാരായണ. ആയില്യം നക്ഷത്രം, അമാവാസിയിൽ ചന്ദ്രൻ. അവന്റെ സാന്നിധ്യം ഞാനിവിടെ മടക്കുന്നു.
തെക്കിനിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിക്ക്, അവനെ പുറത്ത് ചാടിക്കാൻ എന്റെ കയ്യിലൊരു വഴിയുണ്ട്. സൗണ്ട് ബോയ്സ്, ട്രാക്ക് മാറ്റ്. അതല്ല, മാറ്റിപ്പിടി. അയ്യോ, എന്നെ നശിപ്പിക്കല്ലേ. എന്റെ നന്ദിനി, ഞാനൊന്ന് പിടിച്ചു മാറ്റ്. നീയും ഇവനും തമ്മിൽ എന്താണ് ഈ ബന്ധം? അത് ഈ കൊരങ്ങൻ എന്റെ പിന്നാലെ നടക്കുന്നു. അപ്പതേ ഞാനൊരു ചട്ടി എടുത്തിരുന്നു. പിറ്റേ ദിവസം എന്താ അവനൊരു കത്ത് കൊണ്ട് വന്നിരിക്കുന്നു. കത്തിൽ എന്താണെന്ന് അറിയണല്ലോ. അത് കഴിഞ്ഞവൻ ചോദിക്കുക ഒരു ഉമ്മ വേണമെന്ന്. കൊടുത്ത ഉമ്മ തിരിച്ചു തരാൻ അവൻ ഇങ്ങോട്ട് വന്നു. ഇത്രേ ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അച്ഛാ, ഇവർ ഇപ്പൊ തന്നെ സർപ്രൈസ് ആക്കണം. അയ്യോ, സർപ്രൈസ് അല്ലടി, സെപ്പറേറ്റ്. പിടിച്ചു മാറ്റിവരെ. ഈ 1000 നക്ഷത്രക്കാരൻ ഈ വീട്ടിൽ ഒരു ദോഷം കൊണ്ടുവരും. ആയതിനാൽ ഇനി ഒരു നിമിഷം പോലും ഇവൻ ഇവിടെ നിർത്തരുത്. സമ്മതമല്ല, എനിക്കിതിന് സമ്മതമല്ല. അവന്റെ മകനോ ഇവന്റെ മകനോ എന്റെ മകനോ ഏവന്റെ മകനോ വിചാരണ രീതി ഒന്ന് തന്നെ. ഇറക്കി വിട് സ്റ്റീഫ. കഞ്ചാവ് കയറ്റി പണ്ടെപ്പോഴോ ഞാൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഈ തൊഴിൽ ഞാനും ചെയ്യില്ല, നീയും ചെയ്യില്ല. നീ ഇറങ്ങിക്കോ, കടക്ക് പുറത്ത്. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽക്കാവനെ. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും പുഷ്പ? ഈ പുഷ്പയെ പറ്റി നീ എന്താ കരുതിയത്? പുഷ്പ നാഷണൽ അല്ല, ഇന്റർനാഷണൽ. അങ്ങനെ ആ 2 പിള്ളേരും പോയ പേര് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടിയും കിടക്കെടുത്ത് കണ്ടെയ്നറിൽ കയറി അങ്ങ് ദൂരെ സായിപ്പിന്റെ നാട്ടിലേക്ക് പോയി. അമ്മേ മഹാദേവി. ഹലോ, ഇതാണ് മദർ തെരേസ? അല്ല, എന്റെ മകളാ. ഞാൻ പണ്ടൊരു ഇൻഡസ്ട്രിയൽ യാത്ര പോയതാ. അപ്പോൾ അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നു. തിരികെ വന്നപ്പോൾ അവളുടെ പിഞ്ചു കുഞ്ഞിന് ഒരു പിഞ്ചു കുഞ്ഞായി. പക്ഷേ എന്റെ കത്ത് ഞാൻ വായിച്ചിരുന്നു. പ്രശ്നങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ആഹാ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ഒന്ന് പറയണോ? കേൾക്കാൻ കൊതിയായിട്ട് വയ്യ. നിങ്ങളെ കാണുന്ന കൂപ്പർ ആവുന്നതിന് മുൻപ് ഈ കൂപ്പറിന് ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഈ കൂപ്പർ വെറും ഒരു കോപ്പായിരുന്നു. കയ്യിൽ ചുവന്ന ചന്ദനം കൊണ്ട് നടന്ന ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. എന്റെ പുഷ്പ സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ കുറ്റിപ്പിഴിയാണ് വലിക്കുന്നത് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ജോയിന്റെ ഉരുട്ടി തന്ന എന്റെ പുഷ. ഒടുവിൽ പഠിത്തം കഴിഞ്ഞ് ചിട്ടിക്കമ്പനി തുടങ്ങിയപ്പോൾ അവൻ മുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് അവൻ എനിക്ക് വേണ്ടി മുക്കുമായിരുന്നു. നമ്മുടെ ചിട്ടിക്കമ്പനിയുടെ ഓർമ്മയ്ക്കായി ഞാൻ അവസാനമായി ഒരു ചിട്ടി കരുതിയിട്ടുണ്ട്. ചിട്ടി. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. അതിന് കയ്യിലൊന്നുമില്ലല്ലോ. പെണ്ടാതെയണ, നീ പോയി ചായ ഉണ്ടാക്ക്. ചെല്ല്. ആ പുഷ്പ, നമ്മളിപ്പോ താമസിക്കുന്നത് 3 ഡയമെൻഷണൽ സ്പേസിലാണ്. നമ്മുടെ കാഴ്ചക്കപ്പുറം മറ്റൊരു ഡയമെൻഷൻ ഉണ്ട്, ദ 5th ഡയമെൻഷൻ. മനസ്സിലാക്കി തരാം. ഒരു ഉദാഹരണത്തിന്, നിന്റെ ശ്രീവല്ലി നിന്നോട് തടിമില്ലിലേക്ക് വരാൻ പറഞ്ഞു. എപ്പോ? ഇപ്പോഴല്ല, ഒരു കൊല്ലത്തിന് ശേഷം. അപ്പോ നീ അത്രയും കാലം കാത്തിരിക്കണ്ടേ? അയ്യോ, ആണല്ലേ? പക്ഷേ ഈ 5th ഡയമെൻഷനിൽ കൂടെ ഇന്നത്തെ നിനക്ക് ടൈം ട്രാവൽ ചെയ്ത് അന്നത്തെ അവളെ കാണാൻ സാധിക്കും. സത്യം. ആഹാ, അങ്ങനെ ഒരു നന്ദിനി കാണാൻ പറ്റുമോ? അതെ, അതിനുവേണ്ടി നിങ്ങൾ തമ്മിൽ നല്ല ഇത് വേണം. എന്ത്? എടാ അത്. എന്ത്? എടാ സ്നേഹം.
ഇത് വെച്ച് എങ്ങനെ പ്രേതത്തെ കണ്ടുപിടിക്കും? പറ പ്ലീസ്, പറന്ന്. പറയാം, ഫിഫ്ത് ഡയമെൻഷൻ തന്നെയാണ് പ്രേതങ്ങളുള്ളത്. രാധേ, നെയ്യും നന്ദിനിയും തമ്മിലുള്ള സ്നേഹം ഉപയോഗിച്ച് നിങ്ങൾ ഫിഫ്ത് ഡയമെൻഷനിൽ നിങ്ങളുടെ കണിമംഗലം കോവിലം കണ്ടുപിടിക്കണം. എന്നിട്ട് സമയത്തിലൂടെ സഞ്ചരിച്ച് പ്രേതബാധയുടെ ഉത്ഭവത്തിൽ ചെന്ന് അതിനെ തളയ്ക്കണം. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു കയറാം. നമ്മൾ റെഡിയാണ്. ഓക്കെ, ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ വേണ്ടിവരും. അഡ്രസ്സും വീട്ടുവരും. പറയൂ. റേഷൻ കാർഡിൽ നിന്ന് പേര് പറ്റിയവന് എന്ത് അഡ്രസ്, എന്ത് വീട്ടുപേര്? കൂപ്പർ, ഇമെയിൽ വരുന്നത് അഡ്രസ് നോക്കിയാൽ IP നോക്കിയാണ്. എന്നാൽ ഈ IPക്ക് VPN ഇല്ല, DNS ആവശ്യമില്ല. എന്ന് വെച്ചാൽ നേരിട്ട് തന്നാ മതി. നമുക്കൊരു സമയം കളയാനില്ല. ഇറങ്ങാം. എന്റെ പുഷ്പയെ കണ്ട നല്ലൊരു ദിവസം. എന്നാ പിന്നെ ഇന്ന് രണ്ടെണ്ണം അടിച്ചേക്കാം. മെമ്മറി ഓൺ ഗിഗാബൈറ്റ്സ്. എന്തെങ്കിലും മാതണത് പേനുണ്ടാവും തലയില്. ഞാൻ നോക്കാം. പേൻ നോക്കാൻ ഞാൻ മിടുക്കിയ, അല്ല കന മിടുക്കന. I am a robot. I feel no pain. മിണ്ടതിരിങ്ങോട്ട്. ഈശ്വരാ, ദേ കിടക്കുന്നു മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോടെ കുടിച്ചിട്ട് തിളങ്ങുക. അയ്യടാ. അളിയോ, നീ എന്തായി കാണിച്ചേ? ദേ തലയ്ക്ക് മേലൊരു ചുവന്ന പെയിന്റ് ഞാൻ അമർത്തി. ദൈവമേ, പവർ ബട്ടൺ. ഈശ്വരാ, ഇനി ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ. നിന്നെ കൊണ്ട്. ഹലോ, മൈ ടെസ്റ്റിംഗ്. ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാവോ? എടാ കൂപ്പറെ, ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കാവോ? കോപ്പേ, ചിട്ടി ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് ആദ്യമായ സ്വാഗതം. I am ചിട്ടി. Speed on it. ഹോ, ഒന്ന് നിർത്തണോ? അയ്യോ, ഇവൻ വെള്ളത്തിലാണെന്ന് തോന്നുന്നു. ഈ വിമാനം എങ്ങനെയാണ് പറത്തുന്നത്? നിങ്ങളുടെ നേരെ മുൻപിൽ വലിയൊരു കൺട്രോൾ ഹാൻഡിൽ കാണുന്നുണ്ടോ? ആ, ഉണ്ട് ഉണ്ട്. ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു സ്വിച്ച് കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണോ ഈ പറയുന്നത്? അമർത്തി അമർത്തി. അതൊരിക്കലും അമർത്തണമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂൽ ടാങ്ക് പറന്നു പോയിരിക്കുകയാണ്. എന്റെ ഈശ്വരാ, ഇനി എന്ത് കത്തിരി? എന്റെ കയ്യിൽ കുറച്ച് കാച്ചി എണ്ണയുണ്ട്. എന്നാ പിന്നെ അത് കത്തിച്ചാലോ? ഹയ്യേ, ഹളിയില് ചന്ദനക്കടത്തല്ലാതെ വേറെ എന്തേലും അറിയോ? ഏതൊക്കെ ഒഴിച്ചാൽ എങ്ങനെയൊക്കെ കത്തും നിനക്ക് അറിയാമോടാ? ഏതെണ്ണ ഒഴിച്ചാൽ എളുപ്പത്തിൽ കത്തും, നല്ലെണ്ണ ഒഴിച്ചാൽ നല്ല കത്തും, മണ്ണെണ്ണ ഒഴിച്ചാൽ മന്ദം കത്തും, കാച്ചി എണ്ണ ഒഴിച്ചാൽ ഇങ്ങനെ ഇടിവെട്ടുന്ന പോലെ കത്തും. കത്തിനാണ് കത്തി. കത്തി, വിമാനം കത്തി. അയ്യോ, ഇത് മൊത്തം കത്തി. അയ്യോ അറിയ ചാടണില്ല. അയ്യോ, തുഴയളിയ തുഴയളിയ. ദാണ്ട് കിടക്കുന്ന ബ്ലാക്ക് ഹോൾ. അതെങ്ങനെ മനസ്സിലായി? വെണ്ടയ്ക്ക് പോലെ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ സാധനം? അത് ശരിയോ? രാഘവ, നീ നന്ദിനെ പറ്റി ആലോചിക്കും. നിന്റെ സ്നേഹം അവിടേക്കും കണിമംഗലത്തിലേക്കും തെക്കിനിലേക്കും നമ്മൾ നയിക്കും. ദിഗംബരൻ വന്ന് ഹിന്ദുവിനെ ഇളക്കിയതല്ലാതെ പ്രേതത്തെ ഒന്ന് ഇളക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇതിന് പരിഹാരം വെക്കാൻ ഇനി ഒരൊറ്റ വ്യക്തിയെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മാറി നിൽക്കണം മിസ്റ്റർ. ഇവനൊക്കെ എന്തിന്? ഞാൻ പറയാം. പ്രേതമുള്ളത് തെക്കിനി അല്ല, പ്രേതം എവിടെ ഉണ്ടോ അതാണ് തെക്കിനി.
വർഷങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോ മോനെ ദിനേശ. മര്യാദയ്ക്ക് സംസാരിക്കണം മിസ്റ്റർ. തന്റെ ഇന്റർനാഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കറിയാവുന്നതാ. തന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കും അറിയാം. എന്ത് ബാക്ക്ഗ്രൗണ്ട്? എങ്ങനെയുണ്ട് പിങ്ങളാ? എന്താണോ ഇത്? നമുക്ക് കേസിലേക്ക് കിടക്കാം. എനിക്ക് നിങ്ങളുടെ തെക്കിനിയിലെ മുറി ഒന്ന് നിരീക്ഷിക്കും. അതിന്റെ താക്കോൽ തരൂ. എന്തായി കാണിക്കുന്നത്? എടുക്കാനോ മനസ്സിലാക്കില്ല. എന്താ ഇരുമ്പ് കൈ? അച്ഛാ, ഈ എഴുത്ത് ഇതെങ്ങനെ ഇവിടെ വന്നു? 56NI722D. ഈ പ്രേതം നമ്മളോടൊന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രേതബാധ തുടങ്ങിയിട്ട് എത്ര നാളായി? ഏകദേശം 2 മാസമായി. വ്യക്തമായി പറഞ്ഞാൽ 56 ദിവസം. അല്ലേ? കിണ്ടി കിണ്ടി അല്ല, കിട്ടി കിട്ടി. എന്ത് കിട്ടി? അതായത് ഈ പ്രേതം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എന്നെ ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യം, ആ 300 പേരും കാഹളമോതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താൻ തന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. അതുപോലെ അച്ഛ, കണിമംഗലം കോവിലകത്തെ നമ്മളെ തമ്മിൽ തല്ലിച്ച് ഈ തറവാടിനെ നശിപ്പിക്കാനാണ് ഈ പ്രേതത്തിന്റെ ശ്രമം. അപ്പോൾ ഡിയോ, ഇത് എഴുതിയ റൈറ്റേഴ്സിന് പോലും അറിയില്ല. എന്റെ ഈശോയെ. ഈശോ എഴുന്നേറ്റിരുന്നിട്ട് ഒന്ന് വായിച്ചേ. മോശം. യെസ്, മോശം. മിസ്റ്റർ പെങ്കളൻ, ഒന്ന് കിടക്കൂ. മിസ്റ്റർ, ഞാൻ ഉദ്ദേശിച്ചത് മുകളിലോട്ട് നോക്കി കിടക്കാനാണ്. അങ്ങനെ. ഇനി നിങ്ങൾ ചുവരിൽ കാണുന്നത് തിരിച്ചെഴുതും. 56NI722D. എഴുന്നേൽക്കും. എന്താണ് ബോർഡിൽ വന്നത്? വന്നത് ഫീലിങ്സ്. നിങ്ങൾ ഇറക്കിവിട്ട നിങ്ങളുടെ ഇളയ മകൻ തന്നെയാണ് ചുമരിന് പുറത്ത് 5th ഡയമെൻഷനിലൂടെ ഇവിടെ വന്നത്. അവൻ വേറെ ഡയമെൻഷനിലായതിനാൽ അവന് നമ്മളെ കാണാം. പക്ഷേ നമുക്ക് അവനെ കാണാൻ സാധിക്കില്ല. അവന്റെ സാന്നിധ്യമാണ് നിങ്ങൾക്കിവിടെ പ്രേതബാധയായി അനുഭവപ്പെടുന്നത്. ആൽസോ ദ കേസ് ഈസ് ക്ലോസ്ഡ്. എന്നാൽ ഈ ലൂപ്പിന് തുടക്കം കുറിക്കാൻ ഇവർക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. പഞ്ചഭൂതങ്ങളായ വെള്ളവും കാറ്റും അഗ്നിയും മറികടക്കുന്ന അമാനുഷികമായ മറ്റെന്തോ. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? വർഷങ്ങളായി എന്നെ ഇവിടെ തളച്ചിട്ടിരിക്കുന്ന ശാപം നിങ്ങൾ വന്നതിലൂടെ നീങ്ങി. കലിയുഗത്തിന്റെ വെറും ഒരു അപഭ്രംശം.